ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് സിദ്ദീഖ് പുത്തഞ്ചാലിൽ. ഭൂമിയുടെ തരം മാറ്റാതെ എങ്ങനെ അവിടെ വീട് പണിയാം, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെ എന്നുള്ള വിഷയത്തിലാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഭൂമിയുടെ തരം മാറ്റലും അതിനായിട്ടുള്ള നടപടിക്രമങ്ങളും ഒഴിവാക്കി അല്പം ഭൂമിയിൽ ഒരു വീട് പണിയണമെങ്കിൽ അതിന് പല സാധ്യതകളുമുണ്ട്. നമുക്ക് 10 സെൻറ്റിനുള്ളിലുള്ള 10 സെൻറ്റ് തികച്ചു വരരുത്, ഒരു പോയിൻ്റെങ്കിലും കുറഞ്ഞു നിൽക്കുക. അത്രയും സ്ഥലത്ത് അത് ഡാറ്റ ബാങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ, ഡാറ്റ ബാങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ്, 10 സെൻറ്റിൽ താഴെയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നിലം എന്നുള്ള റെക്കോർഡ്സിൽ അതുണ്ടെങ്കിലും നമുക്ക് തരം മാറ്റാതെ അവിടെ 1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു വീട് പണിയാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നേരിട്ട് അനുമതി ലഭിക്കും. അതിന് നമ്മൾ അനുമതിക്കായിട്ട് മറ്റ് ഹയർ അതോറിറ്റികളിൽ പോകേണ്ടതില്ല. അതുപോലെ തന്നെ 5 സെൻറ്റിന് ഉള്ളിലുള്ള ഒരു സ്ഥലത്ത്, 5 സെൻറ്റിൽ അല്പം താഴെയായി നിൽക്കുന്ന ഒരു ഭൂമിയിൽ നമുക്ക് ഈ നേരത്തെയുള്ള മാനദണ്ഡം അനുസരിച്ച് 50 സ്ക്വയർ മീറ്റർ, അപ്പോൾ ഒരു 500 ചില്ലറ സ്ക്വയർ ഫീറ്റ്, മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ 10.76 ആണ് എൻ്റെ അളവ്. അപ്പോൾ ഒരു 50 സ്ക്വയർ മീറ്റർ വരെയുള്ള ഒരു കമേഴ്സ്യൽ കെട്ടിടവും 5 സെൻറ്റിൻ്റെ ഉള്ളിൽ നിർമ്മിക്കാം. റെസിഡൻഷ്യൽ ആണെങ്കിൽ 10 സെൻറ്റിൻ്റെ ഉള്ളിൽ 1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടം നമുക്ക് നിർമ്മിക്കാം. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് തരം മാറ്റേണ്ടതായോ മറ്റുള്ള കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. അത് ഡാറ്റ ബാങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അതായത് കൃഷി വകുപ്പ് ഔദ്യോഗികമായിട്ട് വെറ്റ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളുടെ ഒരു ഡാറ്റ ബാങ്ക് കൃഷി ഓഫീസർ അതാത് കാലഘട്ടങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഗസറ്റിൽ അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഭൂമിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൂമി ഉൾപ്പെടാൻ പാടില്ല. അങ്ങനെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത അതിനെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് വേറെ പരാതിയായിട്ട് പോകേണ്ടി വരും. അത് വിശദമായി വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഗസറ്റിൽ വന്നിട്ടില്ല, വെറ്റ്ലാൻഡ് എന്നുള്ള പബ്ലിക്കേഷനിൽ അത് വന്നിട്ടില്ല, 10 സെൻറ്റിൽ താഴെയാണെങ്കിൽ നമുക്കവിടെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ തന്നെ കെട്ടിടം പണിയാനായിട്ട് അനുമതി ലഭിക്കുന്നതാണ്.